നമ്മളതായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് കാര്യം നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത് പെർഫോമൻസിലാണ്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളടക്കം പ്രേക്ഷകരടക്കം നല്ല സിനിമകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ല ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ കഥാപാത്രം എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പക്ഷെ സിനിമ കൂടി ജനങ്ങളിലേക്ക് എത്തണം. സിനിമയും നല്ലതായിരിക്കണം. എനിക്ക് ഇത് വേണം, ഇതാണ് എനിക്ക് ആവശ്യം, എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാണ്ടൊരു മനസ്സുണ്ടല്ലോ, മമ്മൂക്കയുടെ ഭയങ്കര സംഭവം തന്നെയാണ്. ഞാൻ തന്നെ പൈസ കൊടുത്തിട്ട് എന്നെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സ്വകാര്യ ജീവിതം എനിക്ക് എക്സ്പോസ് ചെയ്യാൻ അത്ര താല്പര്യമുള്ള ഒരാളല്ല. കടകൻ സിനിമയുടെ വിശേഷങ്ങളുമായി ഹരിശ്രീ ശോകൻ, ഹക്കീഷ് ഷാജഹാൻ, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. എന്താണ് ഈ സിനിമ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? ചാലിയാറിൻ്റെ തീരത്ത് ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും ആ ഫാമിലിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയും ഒക്കെയാണ് കടകൻ. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുൽഫി എന്നാണ്. എൻ്റെ ഉപ്പായിട്ടാണ് ശിവചേട്ടനകത്ത് അഭിനയിക്കുന്നത്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ഒരു ഫാമിലി ഡ്രാമ, അല്ലെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് ജോണറാണ്. ഫാമിലിയാണ്, ഡ്രാമയാണ്, തമാശയുണ്ട്, ഫൈറ്റുണ്ട്, 5 ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ്, സ്റ്റൈലായിട്ട് തന്നെയാണ് പരിപാടി നമ്മൾ മേക്ക് ചെയ്തത്. ഉത്സവപ്പറമ്പിലെ ഒരു വലിയ അതെ 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 അത് ആക്ച്വലി അത് സിനിമയിൽ അത് ഫുള്ളും ഫൈറ്റ് സീനാണ്. പക്ഷേ നമുക്ക് ആ ഒരു തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ടിൻ്റെ വിഷ്വൽസ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ പോകുന്നത്. ആ രീതിയിലൊക്കെ തന്നെയാണ് ഫൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ. ഒരു ഉറപ്പായിട്ടും ഒരു തിയേറ്റർ വാച്ച് പടമാണ്. അച്ഛനായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ചെയ്യാത്തൊരു വേഷം, ഇന്നുവരെ ചെയ്യാത്തൊരു വേഷം. മറ്റൊന്ന്, ടോട്ടാലിറ്റി ഗംഭീരമാണ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ഇതുപോലുള്ള സംഭവങ്ങൾ. പക്ഷെ പറയുന്ന പശ്ചാത്തലത്തിനാണ് വ്യത്യാസം. ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു അച്ഛൻ, അല്ല ഒരു അപ്പൻ, വാപ്പ എന്ന് പറയുന്നവരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആ മക്കളും മകനായിട്ട് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമ്മ, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ബന്ധങ്ങൾ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പറയുന്നത് വേറൊരു സംഭവമാണ്. വേണ്ട എന്ന് വാപ്പ വാശി പിടിക്കുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്ന ഒരു മകൻ. പക്ഷേ അവനൊന്ന് ഞാൻ പോയ വഴിയിലൂടെ അവനെ സഞ്ചരിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടെത്തിയിട്ട് ശരിയാക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അത് പറയുന്ന പശ്ചാത്തലം വളരെ ഡിഫറൻ്റ് ആണ്. അച്ഛനും മകനും തമ്മിലൊരു ഇമോഷൻ വല്ലാതെ സിനിമയിൽ ഉണ്ടാവൂല്ലേ? അതായത് ഞങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന, ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉപ്പ ചെയ്ത് നിർത്തി അത് ശരിയല്ല എന്നും മനസ്സിലാക്കി ഇപ്പോൾ നല്ല പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കതാണ് ഇപ്പോഴും ഉപ്പായിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, നാട്ടിൽ നിന്ന് കേട്ടുപിടിച്ചിരിക്കുന്നതൊക്കെ ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അതെ അതെ, തീർച്ചയായും. അങ്ങനെ ആവാതിരിക്കുന്നു. എന്നെപ്പോലെ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് അതുപോലെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വാപ്പയാണ്. അപ്പോൾ അത് പറയുന്ന, ഞാൻ പറഞ്ഞത് അത് പറയുന്ന രീതിയാണ് ഇതിനത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നേരത്തെ ധാരാളം സിനിമകൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് നമുക്കറിയാം, സിനിമകൾ തുടർച്ചയായി അഭിനയിക്കുന്ന ഒരു ആളായിരുന്നു താങ്കൾ. അവിടെ നിന്ന് ഇപ്പോൾ സെലക്റ്റീവായിട്ട് സിനിമകൾ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം, ഒരു ചൂസി ആയിട്ടുള്ള സിനിമകളെ ക്യാരക്ടറുകളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് നമ്മൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അവിടെയൊക്കെ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത്തിരി ഇമോഷണലായിട്ട് ഒരു ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര കൊതിച്ചു നടന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പടങ്ങളെല്ലാം ഇമോഷനാണ്, ക്യാരക്ടേഴ്സാണല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ കടകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ പടം. മാസാണ് കഥാപാത്രം, മാസാണ്. എന്താ പറയുക, ആകെ ഈ സുൽഫി എന്ന് പറയുന്ന ക്യാരക്ടറിന് പേടിയുള്ളതും ബഹുമാനമുള്ളതും എന്നാൽ ഈ കോൺഫ്ലിക്റ്റ് ഉള്ളതും ഈ ഉപ്പായിട്ട് മാത്രമാണ്. കണ്ടാൽ മുന്നിൽ നിൽക്കില്ലാത്ത, പേടിച്ചോടുന്ന ഒരുതരം ക്യാരക്ടറാണ്. അപ്പോൾ ഉപ്പാടെ ആ ഒരു, ഇപ്പോൾ ഉപ്പാനെ നമ്മൾ കാണിച്ചിരിക്കുന്ന രീതിയും ഇല്ല, പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര രസമായിട്ട് തന്നെ ആണ് നമ്മൾ ചെയ്യാൻ പറ്റിയതും, വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് 200-ലധികം സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമായിരുന്നു. പക്ഷേ
ധാരാളം സിനിമകൾ പരാജയപ്പെടുന്നു. ഇറങ്ങിയതിൽ ഭൂരിഭാഗം സിനിമയും പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ 2 പടങ്ങൾ തിയേറ്ററിൽ വലിയ തരത്തിൽ സ്വീകരിക്കപ്പെട്ടു. പ്രേമലോ ആണെങ്കിലും അന്വേഷിക്കും കണ്ടെത്തുവാണെങ്കിലും അത് കാണിക്കുന്ന ഒരു പോസിറ്റീവ്. ഈ വർഷം പുതുതായി സിനിമകളെ തിയേറ്ററിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? അതെ, അതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല സിനിമകൾ ഇറങ്ങിയാൽ തിയേറ്ററിൽ ആൾ വരും, നല്ല സിനിമകൾ കൊടുത്താൽ. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളടക്കം എല്ലാവരും, അതായത് പ്രേക്ഷകരടക്കം നല്ല സിനിമകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ല ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ കുറേ നല്ല സിനിമകൾ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിലൊന്നാവട്ടെ ഘടകത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈ ABCDയിലേക്ക് വരുമ്പോൾ ആദ്യം ദുൽഖറിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഡയലോഗ് പറയാൻ പറ്റാതെ സ്റ്റക്കായി നിന്ന ഒരാളിൽ നിന്ന് ഇപ്പോ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ ലീഡ് ചെയ്യുകയാണ്. ദുൽഖർ സൽമാന്റെ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ദുൽഖർ സൽമാന്റെ കമ്പനി വിതരണത്തിനെത്തുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. ആ ഒരു മാറ്റം ഒരു അഭിനേതാവ് എന്ന നിലയിൽ ചെറുതല്ലാത്ത അഭിമാനം തോന്നേണ്ടതാണ്. എന്താണ്? തീർച്ചയായും ഇതൊരു ഓവർനൈറ്റ് സംഭവിച്ച ഒരു സെൻസേഷൻ അല്ലാത്തതുകൊണ്ട് അത്ര എക്സൈറ്റഡ് അല്ല, പേടിയാണ് ഇപ്പോൾ ആക്ച്വലി ഉള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, എല്ലാം കൂടുതലാണ്, അറിയാം അതിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം വലുതാണെന്ന് അറിയാം. ഇതിനു മുന്നേ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ സമയത്ത് അത്ര ഉത്തരവാദിത്വം ഇല്ല നമുക്ക്. ഈവൻ പ്രൊമോഷൻസിൽ പോലും ഇത്ര നമുക്ക് നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സിനിമയിൽ ദുൽഖറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഉള്ള ഒരു പേടിയിൽ നിന്ന് ദുൽഖർ സൽമാന്റെ കമ്പനി തന്നെ നമ്മളെ പടം ഡിസ്ട്രിബ്യൂഷനിൽ എത്തിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ വളരെ നല്ലൊരു ഫീൽ തന്നെയാണ്. സന്തോഷമുണ്ട്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ 10 വർഷത്തെ ഗ്രോത്ത് വളരെ വളരെ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് അത് പിന്നെ വലുതായി വീണ്ടും വലുതായി അങ്ങനെയാണല്ലോ. വളരെ ഗ്രാജുവലായിട്ട് ഓർഗാനിക്കായിട്ട് വന്നൊരു ഗ്രോത്താണ്. അപ്പോൾ സന്തോഷമുണ്ട്. ആലോചിക്കുമ്പോൾ എന്താ പറയുക, അഭിമാനമുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഈ പ്രണയവിലാസത്തിലെ കഥാപാത്രം അത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായ ഒരു കഥാപാത്രം കൂടിയാണ്. കഴിഞ്ഞ ദിവസം താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ് എന്നൊരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അടിയിൽ ഏതാണ്ട് 400-നടുത്ത് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. അതിൽ 90% ആളുകളും പറയുന്നത് പ്രണയവിലാസത്തിലെ കഥാപാത്രമാണ്. അപ്പൊ അത്രയും ആളുകൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് താങ്കൾക്കും ആ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ കഥാപാത്രം എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പക്ഷെ സിനിമ കൂടി ജനങ്ങളിലേക്ക് എത്തണം. സിനിമയും നല്ലതായിരിക്കണം. എന്നാലേ ഈ പറയുന്ന പോലെ വൈഡർ പെർസ്പെക്റ്റീവ്, വൈഡർ ഓഡിയൻസിന് അത് കാണുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രണയവിലാസിന് മുന്നേ ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടർ കടസിലെ ബിരിയാണിയിലായിരുന്നു. പക്ഷെ ആ പറയുന്ന പോലെ അതൊരു മാസ് ഓഡിയൻസിനെ അത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പടമായിരിക്കില്ല, അല്ലെങ്കിൽ അത്ര ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിനെ മുന്നേ ചെയ്ത കഥാപാത്രങ്ങൾ. അപ്പോൾ സിനിമ എത്രത്തോളം ഹിറ്റാവുന്നോ, സിനിമ എത്രത്തോളം വിജയിക്കുന്നോ അനുസരിച്ചിരിക്കും ഈ കഥാപാത്രത്തെ ആളുകൾ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രണയവിലാസം ഭാഗ്യം കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നു. കഥാപാത്രം വർക്കായി, സിനിമ ഇഷ്ടപ്പെട്ടു, എല്ലാവരുടെയും കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആ സിനിമയിലുള്ള പോലെ തന്നെയാണോ? പ്രണയവിലാസത്തിൽ നഷ്ടപ്രണയമായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. പിന്നെന്താ, പ്രണയമാണ് എന്താ പറയുക, ജീവിതത്തിലെ അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ഒന്നിപ്പിക്കുന്ന, കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇമോഷൻ പ്രണയമാണ്. പലതരത്തിലുള്ള പ്രണയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അച്ഛനും അമ്മയും, ഇല്ല അച്ഛനും മകനും, സഹോദരങ്ങൾ തമ്മിൽ എല്ലാം പ്രണയമാണ്. ഒരു പല വേരിയേഷൻസുണ്ട്. സ്നേഹം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ കടലിൽ ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വേറെ തരത്തിലാണത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വേറൊരു ലൈനാണ്, വേറൊരു ട്രാക്കാണ് അതിനകത്ത് കടകളിലുള്ളത്. എൻ്റെ ജീവിതത്തിലെ പ്രണയം എന്ന് പറയുകയാണെങ്കിൽ പ്രണയം ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. വളരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരം കഥാപാത്രങ്ങളിലൂടെ ഇപ്പം വളരെ പ്രധാനപ്പെട്ടൊരു ലീഡ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇനി എന്താണ് മലയാള സിനിമയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് കരുതുന്നത്? അങ്ങനെ ഇത് ഞാൻ മാത്രം പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമല്ല. സിനിമ ഒരിക്കലും ഒരാളുടെ മാത്രം എഫേർട്ടിൽ വർക്കാവുന്ന പരിപാടിയല്ലല്ലോ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്കും അതിൻ്റെതായ റോളും പ്രാധാന്യവും ഇമ്പോർട്ടൻസും ഉണ്ട്. അദ്ദേഹം ഇല്ലാണ്ട് സിനിമ അത്രത്തോളം വർക്കാവില്ല. ആക്ടർക്ക് ഉള്ള ഇമ്പോർട്ടൻസിൻ്റെ അത്ര തന്നെ ലൈറ്റ് ബോയ്ക്കും ഉണ്ട്, ഭക്ഷണം കൊടുക്കുന്ന ആൾക്കുണ്ട്. ഇതൊരു കൂട്ടമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരു ഗോളിലേക്ക് ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം ആയതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തേലും പ്ലാൻ ചെയ്ത് അങ്ങനെ രീതിയിൽ ഞാനായിട്ട് മുന്നിട്ടിറങ്ങിയാൽ ഇത് നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും സംഭവിക്കുന്നതാണ്. സിനിമ എപ്പോഴും അങ്ങനെ
സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ തലമുറ സിനിമയെ കാണുന്നത്, സിനിമയോട് അടുക്കുന്നതൊക്കെ വളരെ വ്യത്യസ്തമായ രീതികളിലാണ്. പണ്ടത്തെ നിങ്ങളുടെ തലമുറ വന്ന രീതിയല്ല, കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് അപ്പോൾ ഈ മാറ്റത്തെ എല്ലാം കണ്ടിട്ട് 36 വർഷങ്ങൾക്ക് മുകളിലായി ഈ മാറ്റങ്ങളെ എല്ലാം കൃത്യമായി അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളുകൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, സിനിമ ഓരോ കാലഘട്ടത്തിലും മാറുന്നുണ്ട്. ഇപ്പം മാത്രമല്ല, പണ്ട് നസീസാൻ്റെ സിനിമയല്ലല്ലേ പിന്നീട് ഉണ്ടായത്. പിന്നെ അത് മാറി മാറി ഓരോ തലമുറ വന്നപ്പോഴും മാറി 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 തന്നെ വന്നു. പക്ഷേ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാൻ സിനിമ കണ്ടിട്ട് തുടങ്ങിയപ്പോൾ ഉള്ളൊരു കുറേ നല്ല നല്ല സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ജനറേഷൻ, ആ കാലഘട്ടത്തിൽ വന്ന മാറ്റം മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ, അവരൊക്കെ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് അമാനുഷികമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ട് അവർ ചെയ്തു. ഇപ്പം നമ്മളെല്ലാ സിനിമകളും കാണും. ആ കാണുന്നതിൽ വെച്ചിട്ട് നമുക്ക് വിധി എഴുതാൻ പറ്റുന്നതെന്ന് പറയുന്നത് നല്ല സിനിമകൾ എന്ന് പറയുന്ന ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണ് പറയുന്നത്. ഇപ്പം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാളുടെ. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സിനിമകളും ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സിനിമ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അടുത്ത് കുറേ സിനിമകൾ ചെയ്തപ്പോൾ എല്ലാം പുതിയ പിള്ളേർ, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്മാർട്ട്നെസ്സും അവർ എഫർട്ട് എടുക്കുന്നതൊക്കെ കണ്ട് നമുക്ക് ഇടുങ്ങിപ്പോകും. നമ്മൾ സിനിമകളെ സംബന്ധിച്ചിട്ട് അന്നുണ്ടായ ആ പാറ്റേൺ അല്ല, ഓരോ കാലഘട്ടത്തിലും മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ്റേൺ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെല്ലാം ഇന്നത്തെ യൂത്തും ഫാമിലിയൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവർ മാറ്റിക്കളയും, അത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിക്കളയും. നല്ല സിനിമകൾ എപ്പോൾ കൊടുത്താലും അത് വിജയിക്കും, അത് ഏത് ജനറേഷൻ ആണെങ്കിലും. സിനിമയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തോന്നുന്നത് മമ്മൂട്ടി തന്നെയാണെന്നോ നമുക്ക് അതെ, അതാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അത് തയ്യാറാവാനായിട്ടൊരു മനസ്സുണ്ടാണ്. ഇപ്പം നമ്മൾ കുറേ പേര് നമ്മൾ ദാനം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ പലരും പറയും, ഇപ്പോൾ യൂസഫ് അലിക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. യൂസഫ് അലി എന്ന് പറയുന്ന ലുലുവിൻ്റെ ഒക്കെ ഓണർ യൂസഫ് അലിക്ക് ഒരുപാട് പേർക്ക് ദാനം ചെയ്യുന്നുണ്ട്. ഒത്തിരി എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ. എൻ്റെ PR എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അത് ഞാൻ ഒരിക്കലല്ല പലവട്ടം പല സ്ഥലത്തും ഞാൻ പറഞ്ഞപ്പോൾ അതിൽ 1-2 പേരെന്നെ അദ്ദേഹത്തിൻ്റെ പൈസ ഉള്ളതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. പൈസ ഉണ്ടെങ്കിലും ആ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണ്ടേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇത് വേണം, ഇതാണ് എനിക്ക് ആവശ്യം, എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അത് മമ്മൂക്കയുടെ ഭയങ്കര സംഭവം തന്നെയാണ്. ഇത് പിടിച്ചാൽ ആ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അത് സിനിമയിൽ അഭിനയിക്കുന്നവർക്കായിരിക്കും കൂടുതൽ മനസ്സിലാക്കുക. മുമ്പിൽ വരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഇതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട്, എന്നെ സംബന്ധിച്ചിട്ട് മാസ് ക്യാരക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് ഒരു മാസ് കുറേ സംഭവങ്ങളുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് മാസ്, പക്ഷെ അത് എൻ്റെ ആകാര ഭംഗി വെച്ചിട്ടല്ല, സിറ്റുവേഷൻ പിന്നെ ഞാൻ പറയുന്ന ഡയലോഗും ഒക്കെയാണ് അതിൻ്റെ അത് മാസമായിട്ട് വരുന്നത്. എൻ്റെ മകനുണ്ടാകുന്ന അനുഭവത്തിന് ഞാൻ എതിർക്കുന്നതും മറ്റു പലരോടും എന്തൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. നേരെ ഉൾട്ട തിരിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്നുണ്ട് ഞാനിവർ മകനോട്. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ഗംഭീരമാണത്. പിന്നെ 1.5 എടുക്കലുമാണ് നമ്മുടെ ഡയറക്ടർ. പുതിയ ഡയറക്ടറെന്ന് ഒരിക്കലും പറയില്ല. അതിനേക്കാൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പടം കണ്ടിട്ട് DQൻ്റെ ദുൽഖർ സൽമാൻ്റെ കമ്പനിയായിട്ടുള്ള മൈഫെയർ ഇത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ഹാപ്പിയാണ് പ്രൊഡ്യൂസർ. ഞങ്ങൾ അതിലേറെ സന്തോഷം. അത് അവർക്ക് തോന്നി ഇതെടുത്താൽ കുഴപ്പമില്ല എന്നുള്ളത്. അത് ആ തീരുമാനമാണ് ഞങ്ങൾക്ക് സന്തോഷം തന്നത്. അപ്പോൾ നിങ്ങളുടെ തലമുറയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് ഹക്കീം. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ വന്ന വഴികൾ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെയൊക്കെ പോകുന്നത് എങ്ങനെയാണ്? അത് താങ്കളൊരു പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ ആയതുകൊണ്ടാണോ? അല്ല, എൻ്റെ ബേസിക്കലി എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ല പൊതുവേ. വേറെ സ്റ്റോറീസ് ഞാൻ ഈ സിനിമയുടെ അപ്ഡേഷൻസ് മാത്രമേ അതിനകത്ത് ഇടാറുള്ളൂ. എനിക്ക് പൊതുവെ അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം. എൻ്റെ കാര്യം, എൻ്റെ വീട്ടുകാർ ഇല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ ജീവിതം എനിക്ക് എക്സ്പോസ് ചെയ്യാൻ അത്ര താല്പര്യമുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് അതിനകത്തുണ്ട്. രണ്ടാമത് അതൊരു സെൻസിബിലിറ്റിയാണ്. ഇപ്പോൾ എന്താണ് പറയുക, പുറത്തിറങ്ങുക, ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, എൻ്റെ ഒപ്പീനിയൻ വിളിച്ച് പറയുക എന്നുള്ളതൊരു തരം ഒരു സെൻസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ സെൻസിബിലിറ്റി അത്രയ്ക്ക് വേണമെന്നോ അല്ലെങ്കിൽ അതിൽ പണിയെടുക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ മരിച്ച സിദ്ദീഖ് സാറ് ഞങ്ങളൊരു പടത്തിന് വേണ്ടി ഡിസ്കഷൻ വേണ്ടി ഒരു 5-6 ദിവസം ഇരുന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും PR ചെയ്യണതിനെ കുറിച്ച്, ആക്റ്റീവ് ആവുന്നതിനെ കുറിച്ച്, ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് പുറത്തിറങ്ങി
ആ ഒരു വരവറിയിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച പറഞ്ഞു. ഒരു സിനിമാ നടൻ്റെ ഏറ്റവും വലിയ PR അയാൾ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ വേറെ ആവശ്യമൊന്നുമില്ല, നീ വേറെ സെപ്പറേറ്റ് പൈസ കൊടുത്ത് അതിന് പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് സിദ്ദിഖ് സാർ പറഞ്ഞത്. ഞാൻ ഒന്ന് ശരിയാണ്. അപ്പോൾ ആൾക്കാർ എന്നോട് പറയും, എടാ നീ PR ചെയ്യ്, ബാക്കിയുള്ള ഇതുപോലെ ഫണ്ട് ചെയ്ത് നിന്നെ നീ തന്നെ ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചളിപ്പാണ് ഫീൽ ചെയ്യുക. ഞാൻ തന്നെ പൈസ കൊടുത്തിട്ട് എന്നെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പുതിയ കാലത്തെ ഇൻഡസ്ട്രിയിൽ അതും കൂടി ഒരു ഭാഗമായിട്ട് ഭാഗമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാളെന്ന് സിദ്ദിഖ് സാറിന് തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചത്. അപ്പോൾ സിദ്ദിഖ് സാർ പറഞ്ഞത് അതാണ്, എടാ നീ ചെയ്യുന്ന വർക്കാണ് നിന്റെ ഏറ്റവും വലിയ PR. അത് ജനങ്ങൾ എങ്ങനെയാലും കാണും. ഇപ്പോൾ ഞാൻ പ്രണയവിലാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് PR ചെയ്തിട്ടില്ല, പക്ഷെ അത് ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ അത് ഗ്രാജുവലായിട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പൊക്കിയാലും ജനങ്ങൾ ഒരു സമയമാകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഗ്രാജുവലായിട്ട് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, അത് ഞാനായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഞാനായിട്ട് എൻ്റെ പണം മുടക്കി എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. അത് ജനങ്ങൾക്ക് കണ്ട് തന്നെ ഉണ്ടായി വരേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യഘട്ടത്തിൽ ടോവിനോയുടെ ഷേപ്പുണ്ട്, വിനയ് ഫോർട്ടിന്റെ ഷേപ്പുണ്ട്, പ്രണവ് മോഹൻലാലിന്റെ ഷേപ്പുണ്ട്, ഹരിയില്ലേ ഹരി, അങ്ങനെ ഷേപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഹക്കീമിനെ ഹക്കീമായിട്ട് തന്നെ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് സാഹചര്യങ്ങൾ. അപ്പോൾ ഇതിന് യാതൊരുവിധ PR ഇല്ല. താങ്കൾ മറ്റു തരത്തിൽ സോഷ്യൽ മീഡിയ പോലും അതിനുവേണ്ടി കാര്യമായി ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇവിടെ സജീവമായി നിൽക്കുക എന്നുള്ളത്, കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് സിനിമ ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി സ്വന്തമായി എന്തെങ്കിലും ഇനി ചെയ്യാൻ, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. ആ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് പേരുടെ ചായ ഉണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. എൻ്റെ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഞാൻ KP ലളിത ചേച്ചിയായിട്ടൊരു പടം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ സിദ്ധു സംസാരിക്കും പോലെ തന്നെ ദൂരെ നിന്ന് സിദ്ധു വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ ശബ്ദം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടോയിയുടെ ചായയുണ്ട്, വിനയേട്ടന് ചായയുണ്ട്, പ്രണവ് മോഹൻലാൽ ചായയുണ്ട്, ഇപ്പം നമ്മുടെ ഹരിയുടെ ചായയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരാളെ പോലെ ഉണ്ടെന്ന് തോന്നാല്ല, അതൊരു ചെറിയൊരു ഈ ഫേഷ്യൽ സ്ട്രക്ചറിൻ്റെ എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നതായിരിക്കാം. പക്ഷേ ഞാനതിനെ മാറ്റാനായിട്ട് ഞാൻ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാൻ എൻ്റെ വർക്കായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള പരിപാടി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യരുത്, വേറെ രീതിയിൽ സ്ട്രാറ്റജി ഉണ്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അത് തന്നെ അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം എന്നെ സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, ജനങ്ങൾ സ്വീകരിക്കില്ല. ഇത്രയധികം താരങ്ങളുടെ ഷേപ്പ് ഉണ്ടെന്ന് പറയുന്ന വേറൊരാളെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഇദ്ദേഹത്തിന് വിളിച്ച ഒരുപാട് സംഭവങ്ങൾ കിട്ടുമല്ലോ. ചിലപ്പോ മാറിപ്പോയതായിരിക്കാം, ചിലപ്പോ അവരെ കാസ്റ്റ് ചെയ്യേണ്ടതിന് പകരം എന്നെ കാസ്റ്റ് ചെയ്യാലോ. ഇതെല്ലാം കോമ്പിനേഷനാണ്. നമ്മുടേതായിട്ടുള്ള ശൈലി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും. അതിനെ വേറെ രീതിയിൽ കാണുന്നത് അത് അവരിഷ്ടമാണ്, അവരിത്. നമ്മൾ അത് ആവാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പണ്ട് ഞങ്ങളൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ സിദ്ദിഖിലാൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ പരിപാടി സമയത്ത് ജസ്റ്റ് സ്റ്റേജിൽ കട്ടൻ കെട്ടുന്നത് നമ്മളാണ്, ബാക്ക് കട്ടൻ കെട്ടുന്നത്, മൈക്ക് ഇലക്ട്രീഷ്യൻ ചെയ്യും, സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേറെ ഞങ്ങൾക്ക് പണിയൊന്നുമില്ല, ഒരു ജുബ്ബ എടുത്തിടുക, പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീടാണ് അത് ഇത്തിരി ബീക്കപ്പെടലും കോസ്റ്റ്യൂം ചേഞ്ചും ഒക്കെ ആയിട്ട് വന്ന് അങ്ങനെയാണ് ഇപ്പം മിമിക്രിയുടെ രൂപം മാറിയത്. അന്നും ഞങ്ങൾ ലാസ്റ്റ് ഐറ്റം കഴിഞ്ഞ് കട്ടൻ വീണ് കഴിഞ്ഞാൽ രണ്ടറ്റത്തും ബാക്ക് കട്ടൻ കഴിക്കും, നടക്കുക, കയറുക, പോവുക, അവിടെ നിൽക്കില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഹരിശ്രീയിൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഹരിശ്രീയിൽ നിന്ന് സിദ്ദിഖിലാൽ പോയതിന് ശേഷം പിന്നീട് വന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഈ ഷോ കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ബാക്ക് കട്ടണ മടക്കി ഞങ്ങൾ 1-2 മടക്കും. അവരിങ്ങനെ അമ്പലപ്പറമ്പിൽ പള്ളിയിലൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ഇറങ്ങി അവരുടെ ഇടയിൽ കൂടി നടക്കണം. പണ്ട് കലാനിലയത്തിൽ കണ്ടിട്ടുണ്ട് ഞാനത്. കാരണം കലാനിലയം നാടകം കഴിഞ്ഞാൽ അവർ പുറത്ത് നിൽക്കും, ഞങ്ങളാണ് ചെയ്തത്. കാരണം അവരൊരു ആഗ്രഹമാണ്. അന്ന് ഈ മീഡിയാസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അവരൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ്. ഇന്നും അത് ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ അമ്പലപ്പറമ്പിലൊക്കെ നടക്കണേ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതാണ് ആ സിദ്ദിഖ് പറഞ്ഞത്, നമ്മളതായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത് പെർഫോമൻസിലാണ്. നമ്മുടെ കഴിവിനെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. അത് ജനങ്ങൾ ഇഷ്ടപ്പെടുത്തിയെടുക്കുക. അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് ചെയ്തു വെച്ച കുറേ വേഷങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്.
രമണൻ കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായി, പക്ഷെ 25 വർഷം. രമണൻ ഇപ്പോഴും ആക്റ്റീവാണ്. അതെ അതെ അതെ, രമണ ഇപ്പോഴും ഉണ്ട് എല്ലാവരും മനസ്സിൽ. അതൊക്കെ വലിയ ഭാഗ്യമാണ്. നമ്മൾ നിലമ്പൂര് പോയി, ചേട്ടൻ സ്റ്റേജിൽ കയറിയപ്പോഴും പറയും മുതലാളി. അതെവിടെയും പറയുന്നതാണ്. പ്രേമലു തിയേറ്ററിലെ ആളുകളെ വലിയ രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ ഉടനീളം ചിരിപ്പിക്കുമ്പോൾ പഴയ രീതിയിലുള്ള തമാശകളല്ല, തമാശകളുടെ രൂപം മാറി. തമാശകൾക്ക് വേണ്ടി തമാശ പറയാതെ ഒരു രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ കൂടുതലായി വരുന്നത്. ഈ തമാശകളിലുണ്ടായ ഒരു മാറ്റം അതെങ്ങനെയാണ്? രോമാഞ്ചം എന്ന് പറഞ്ഞാൽ തമാശ കൂടി തമാശ ഉണ്ടാക്കിയിട്ടില്ല. അത് ഒരു ആ പടത്തിൽ ഒരു 1000 ഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 900 ഷോട്ട് റിയാക്ഷൻസ് ആണ്. വേണേ കണ്ടുപോയിക്കോന്നു. ആ റിയാക്ഷൻ വെച്ച് വർക്കൗട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ ഡയറക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സൈലൻസ്, നമ്മളെല്ലാത്തിനും കൊണ്ട് ആറാറ് വായിക്കേണ്ട കാര്യം. ചില സമയത്ത് സൈലൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ചിരിപ്പിക്കാൻ പറ്റും. അത് ഹ്യൂമറിൽ അതിന് ഇപ്പോൾ പണ്ട് അങ്ങനെയല്ല, എല്ലാത്തിനും നമ്മൾ ഈ ടീം വായിക്കുന്ന പരിപാടിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. നസീർ സാറിൻ്റെ ബാസി സാറിൻ്റെ കാലഘട്ടം അതൊക്കെ മാറി വേറെ രീതിയിലേക്ക് ഇപ്പോൾ വന്നു സിനിമ. അതിനെ സൈലൻസ് വെച്ചിട്ടൊക്കെ ചിരിപ്പിക്കാനുള്ളൊരു റിയാക്ഷൻ ചിരിപ്പിക്കുക എന്നുള്ളൊരു അന്നുണ്ട്, എങ്കിൽ തന്നെയും കൂടുതലാണ് ഇപ്പോൾ. സിനിമയുടെ സെലക്ഷനിലെ ഇപ്പോൾ നടത്തുന്ന സെലക്ഷനുകളെ എത്രത്തോളം വീട്ടിലൊക്കെ ആലോചിക്കാറാണോ, അതോ മകനോടൊക്കെ ആലോചിക്കാറുണ്ടോ ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നുണ്ട്? ഇല്ല, ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും. മോനോട് പറയും, പിന്നെ എൻ്റെ മോളോട് പറയും. മോൾ ഖത്തറിലാണ്, ഇങ്ങനൊരു സംഭവം വന്ന് നല്ലതാണ് നോക്കാൻ ചെയ്യുന്ന പറയും. ഇങ്ങനെ സ്ഥലം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മോൻ വഴിയാണ് വന്നത്. അത് ചെയ്യുന്ന രസമാണ്, താടിയൊക്കെ വടി ചെയ്യണം, രസമുള്ള ക്യാരക്ടർ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പോകുന്നത്. പിന്നെ പക്ക ഒരു നെഗറ്റീവ് വേറെ വരുന്നുണ്ട്, അത് ചെയ്യുമോ വേണ്ടെന്ന് നിങ്ങൾ സംശയം. 4 പെണ്ണുങ്ങളെ കൊല്ലുന്ന ക്യാരക്ടറാണ്. പക്ഷെ അത് നല്ല രസമാണ്, പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രോജക്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും സിനിമയുടെ വഴിയിൽ വിശാലമായി തുടരാൻ കഴിയട്ടെ. ആശംസകൾ. സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു.